നമസ്തേ. ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് അറിയുവാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റായിട്ടുള്ള സ്റ്റൂളിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നത് വൻകുടലാണ്. എന്നാൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് വൻകുടലിന് ഈ ഒരു പുഷിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രഷർ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ പ്രഷർ ഇങ്ങനെ അധികമായിട്ട് വരും തോറും വൻകുടലിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഡൈവർട്ടിക്കുല എന്ന് പറയുന്ന ചെറിയ പൗച്ചുകൾ രൂപപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഈ പൗച്ചുകൾ രൂപപ്പെടുന്നതിനെയാണ് ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്. ചെറിയ എമൗണ്ട് ആയിട്ടുള്ള സ്റ്റൂൾ പാർട്ടിക്കിൾസ് ഈ പൗച്ചിൽ കയറിയിരിക്കുകയും അത് പുറത്തേക്ക് വരാനാകാതെ സ്റ്റക്കാവുകയും ചെയ്യും. അങ്ങനെ ആ ഭാഗത്ത് ബാക്ടീരിയ കൂടുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും കുറേശ്ശെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലമേഷൻ വൻകുടലിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് പനി, ഛർദി, ഓക്കാനം, വയറിളക്കം, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നു. അപ്പോൾ കൃത്യനേരത്ത് കൃത്യമായിട്ടുള്ള ചികിത്സ ഈ ഇൻഫ്ലമേഷന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് സർജറി വരെ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും. അതിനാൽ ദഹന പ്രശ്നങ്ങൾക്കും കോൺസ്റ്റിപ്പേഷനും തുടക്കത്തിലെ തന്നെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹെർബലി ടച്ചിൻ്റെ ഡൈജഷൻ കോംബോ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ കോംബോയിലുള്ള ധാന്യകാർക്കം, DG ടാബ്, ഗ്യാസ്ട്രോ ഹെർബ് എന്നീ മരുന്നുകൾ ദഹന പ്രശ്നങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ ഡൈജഷൻ കോംബോ വാങ്ങി ഉപയോഗിക്കൂ.